ഇന്ന് കറണ്ട് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ഊഞ്ഞാലുമേ ഇരിക്കണത് എന്താ അറിയാമോ? എനിക്ക് ഇവിടെ ഒരു വശത്ത് ജനലുണ്ട്, ജനലിൽ നിന്ന് ആ വെളിച്ചം കിട്ടും. പിന്നെ ഇങ്ങേ വശത്ത് കറണ്ട് പോയത് കാരണം ട്യൂബ് അത് ഓഫാവും. പിന്നെ ഇൻവെർട്ടർ ഉണ്ട്, പക്ഷെ അതിൻ്റെ ആ വെളിച്ചം ബൾബ് ചെറിയ അധികം വെളിച്ചമില്ലാത്തതാണ്. അപ്പോൾ ഞാൻ കറണ്ട് പോയാലും കറണ്ട് പോയില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ശരിയാവും. അതിന് വേണ്ടിയിട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയാൻ പോകണമെന്ന് അറിയോ? ഇന്ന് ഞാൻ വീടിനെ പറ്റി പറയാൻ പോവാം. നമ്മൾ വീട് പണിയുമ്പോൾ ഒരുപാട് ആഗ്രഹത്തോടെ ഒരുപാട് പ്രതീക്ഷയോടൊക്കെ പണിയൂല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നില്ലേ? ഒരുപാട് വലിയ വീടുകളൊക്കെ പണിത് കടം കയറി ലോൺ തീർക്കാൻ പറ്റാതെ നമ്മൾ വിചാരിച്ചത് ചിലപ്പോൾ 2 or 3 മുറിയായിരിക്കും. പിന്നെ പണിത് വരുമ്പോൾ കുട്ടികളുടെ ആഗ്രഹം, വലിയവരുടെ ഓരോ മുറികൾ, അങ്ങനെ ഇങ്ങനെ തിരിച്ച് അവസാനം നമുക്ക് കൊക്കിലൊതുങ്ങാത്തത്, അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ? അങ്ങനെ ഒരു വീട് നമ്മൾ അറിയാതെ പണിതു പോവും. പിന്നെ കടം ദിവസം നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അടച്ച് സ്വർണം കൊടുത്തും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് വീണ്ടും കടം വാങ്ങിച്ചൊക്കെ കുറേശ്ശൊക്കെ തീർത്താലും ഒരു വശത്ത് കടം തീർക്കുമ്പോൾ വേറൊരു വശത്ത് കടമായിരിക്കും അല്ലേ? ഇങ്ങനെ എല്ലാവർക്കും, ഞാനടക്കം അങ്ങനെയാണ്, എനിക്കറിയാം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടോ ഇന്നൊരു വീഡിയോ. അത് എനിക്ക് വലിയ പരിചയമുണ്ടെന്ന് വിചാരിച്ചേക്കല്ലേ, പക്ഷെ ഞാൻ കുറേ അറിവുകൾ ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അറിവുള്ളതാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ കുറേ അനുഭവങ്ങളും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടും ഒക്കെ പഠിച്ചത് കൊണ്ട് ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല. ആദ്യം നമ്മളൊരു വാക്ക്, അതായത് ഇപ്പോൾ ഒരു വീടില്ലാത്തവരാണെങ്കിലും നമ്മൾ എന്നും പറയും, ഓ എനിക്ക് ചെറിയൊരു വീട് മതി, എനിക്ക് 2 മുറി ഒരു അടുക്കളയും മതി, ഞങ്ങൾ സന്തോഷമാണ്, ഞങ്ങൾക്ക് ഹാപ്പിയാണെന്നൊക്കെ പറയൂലേ? പക്ഷേ അങ്ങനെ പറയരുത്. എപ്പോഴും നമ്മൾ ചെറിയ വീട് മതി എന്ന് അങ്ങനെ ഒരിക്കലും പറയരുതെന്ന് ഞാൻ പറയുള്ളൂ. എന്നിട്ട് വലിയ വീട് ബംഗ്ലാവ് വേണമെന്നല്ല ഉദ്ദേശിക്കണേ, അത്യാവശ്യം സൗകര്യങ്ങളുള്ള വീട്, ഞാൻ അതാ പറയുള്ളൂ. ഇപ്പോൾ 2 കുട്ടികളുള്ളവരാണ്, അച്ഛനും അമ്മയും 2 കുട്ടികൾ, പിന്നെ പ്രായമായ അച്ഛനും അമ്മയും ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിലുള്ള മുറികളില്ലേ? സത്യത്തിൽ അങ്ങനെ വേണം. അല്ലാതെ ചിലവർ, ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട്, അങ്ങനെ അനുഭവം കൊണ്ട് പറഞ്ഞാൽ കേട്ടോ, നല്ലൊരു വീടുണ്ടാവും, പക്ഷേ എന്തൊരു വലിയ വീടാണ് ഇതൊക്കെ വേണ്ട, ചെറിയ വീട് മതിയായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചെറിയ വീട്ടിലേക്ക് തന്നെ പോകും. സത്യം പറഞ്ഞാൽ എനിക്ക് അനുഭവമാണ്. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീട് വലിയ വീടായിരുന്നു. പിന്നെ എന്തോ കറങ്ങി തിരിഞ്ഞ് ഞങ്ങളുടെ വീട് ചെറുതായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഒരു കഥയാണ്, അതൊക്കെ പിന്നെ പറയാം. അപ്പോൾ അത് കാരണം ചെറിയ വീടെന്ന് ഒരിക്കലും പറയരുത്. അതുപോലെ എനിക്ക് കോടീശ്വരനാവണമെന്ന് ആഗ്രഹമൊന്നുമില്ല, എനിക്ക് എന്തെങ്കിലും ജീവിച്ചു പോയാൽ മതി, ആ വാക്കുകളും പറയരുത്. അതൊക്കെ നമ്മൾ പറയണതൊക്കെ നമ്മുടെ മനസ്സ് ഇതൊക്കെ ഇങ്ങനെ പിടിച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് അത് കിട്ടാനുള്ള പ്രയത്നം നമ്മൾ തന്നെ ശ്രമിച്ചു പോകും. അതുകൊണ്ട് പറയണതാണ്. അങ്ങനെ ഒരിക്കലും ആരും തന്നെ അങ്ങനെ ഒരു ചെറിയ വീട്, എനിക്ക് കോടീശ്വരനാവേണ്ട, അങ്ങനെയുള്ള വാക്കുകൾ ഒന്നും പറയരുത്. എപ്പോഴും നല്ലത് പറയുക. വലിയ വീടായിക്കോട്ടെ, അതിനെന്താ, നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. മുറികളുടെ വലിപ്പം കൂട്ടിയാൽ മതിയല്ലോ. നമ്മൾ ബാക്കിയുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷനോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പതുക്കെ മതി, അതൊക്കെ പിന്നെ ചെയ്യാം. അത്യാവശ്യം മുറികൾ വലിപ്പമുള്ളത് പണിതിടുക. ഇപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ടൊക്കെ വീട് വാങ്ങിക്കണം. ലോൺ എടുത്ത് ഒരു 15 വർഷത്തേക്ക് ഒരു എത്ര ലക്ഷം രൂപ വാങ്ങിക്കണോ, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് ലോൺ എടുക്കേണ്ടി വരും. ബാങ്കുകാർ ക്യൂ നിൽക്കും കേട്ടോ നമുക്ക് ലോൺ തരാൻ വേണ്ടി. ബാങ്കുകാർ പണ്ടൊക്കെ അറിയാമോ? പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനൊക്കെ സാറിന് വിളിച്ചുകൊണ്ട് അവരെ ഭയങ്കര ബഹുമാനത്തോടെ കൈകൂപ്പി നിന്ന് വർത്താനം പറയുള്ളൂ. അവരൊക്കെ വലിയ ആൾക്കാർ, ബാങ്ക് ജോലിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആൾക്കാരാണ്. ഭയങ്കര വിദ്യാഭ്യാസവും നല്ല എല്ലാം കൊണ്ടും നല്ല തികഞ്ഞതെന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ ഇപ്പം നമ്മളെ കസ്റ്റമേഴ്സിനെയാണ് അവർ സാറിനും പറഞ്ഞ് വിളിക്കുന്നത് അല്ലേ? കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് അവരുടെ ഇത് വർദ്ധിച്ചു വരുന്നത്, അവരുടെ ബിസിനസ്. ഈ ബാങ്ക് മുകളിലേക്ക് കയറി വരുന്നത് അതാണ്. എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കുന്നത് കൂടി വന്നു തുടങ്ങി. അപ്പോൾ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളും ബാങ്കിൻ്റെ പുരോഗതി ഇങ്ങനെ വന്നു തുടങ്ങുകയാണ് അല്ലേ? സത്യത്തിൽ ഇപ്പം നമ്മൾ ബാങ്കിലെ, ഞാൻ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, ബാങ്കിലെ ജോലിക്കാരെന്ന് പറഞ്ഞാൽ സത്യത്തിൽ പണ്ടുണ്ടായിരുന്ന ആ ഒരു ബഹുമാനം ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. അത്യാവശ്യം ലോൺ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ലോൺ കിട്ടണേലോ, അതിനു വേണ്ടി കുറേ പേര് കുറച്ച് ബഹുമാനം കൂടുതൽ കൊടുത്ത് വേണമെങ്കിൽ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലാതെ ഒരു സാധാരണക്കാരൻ തന്നെയാണ് ബാങ്ക് ഉദ്യോഗസ്ഥരും
പക്ഷേ നമ്മളുടെ അന്നത്തെ നില വെച്ച് നോക്കുമ്പോൾ അവരുടെ ആ ഒരു ബഹുമാനം ഇപ്പോഴത്തെ ജനറേഷൻ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഒരു എമൗണ്ട് നമ്മൾ എടുക്കുകയാണ്, ആ എമൗണ്ടിനുള്ള പലിശ നമ്മൾ കൊടുക്കുകയല്ലേ മാസം തോറും. അത് നമ്മൾ ആ 15 വർഷത്തേക്കോ 10 വർഷത്തേക്കോ എത്രയാണെന്ന് വെച്ചാൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളുടെ വീട് ഒരു 50 ലക്ഷത്തിൻ്റെ വീടാണെങ്കിൽ അത് ആ 15 വർഷം കഴിയുമ്പോൾ നമ്മൾ ആ ലോണൊക്കെ കൂടി തീർത്ത് വരുമ്പോൾ എങ്ങനെ ഒരു 80 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. കാരണം പലിശ വരും. നമ്മൾ എന്ന് കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ അത്രയും വരില്ല. പക്ഷേ ഇടയ്ക്കൊന്ന് ഇത് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ കുറച്ച് പലിശ 10-30 ലക്ഷം പലിശയെങ്കിലും അവർ വാങ്ങിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഒരു 80 ലക്ഷം 50 ലക്ഷത്തിൻ്റെ വീട് വാങ്ങിച്ചത് ഒരു 15 വർഷം കഴിയുമ്പോൾ നമ്മളത് 80 ലക്ഷമായിട്ടായിരിക്കും ബാങ്കിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ആ 15 വർഷം കഴിയുമ്പോൾ ആ വീട് വിറ്റാൽ നമുക്ക് 80 ലക്ഷം കിട്ടുമോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ ഭൂമിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമ്മൾ വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് കിട്ടും. പക്ഷേ വീടിന് എപ്പോഴും ആ ഒരു സെക്കൻഡ് ഹാൻഡ് എന്നുള്ള ആ ഒരു വിലയാണ്. ഞാൻ ഒത്തിരി അങ്ങനെ കണ്ടിട്ട് പറയണം കേട്ടോ. എനിക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ അനുഭവമുണ്ട്, പിന്നെ അല്ലാതെ പുറമേ ഉള്ളത് ഓരോരുത്തരും പറഞ്ഞും കേട്ടൊക്കെ അറിവുണ്ട്. അപ്പോൾ എന്ന് കരുതി നമ്മൾ ലോൺ എടുക്കാതിരിക്കണില്ല. 15 വർഷമോ 10 വർഷമോ എത്രയാണെന്ന് വെച്ചാൽ എല്ലാവരും ലോൺ എടുത്ത് തന്നെ വാങ്ങിക്കുകയാണ്. കാരണം വാടക നോക്കുമ്പോൾ 10,000 20,000 വാടക കൊടുക്കുമ്പോൾ അത് നമുക്ക് ലോൺ അടച്ച് തീർത്താൽ മതിയോ എന്ന് നമ്മൾ ചിന്തിക്കും. അത് സ്വാഭാവികം, ഒരു മനുഷ്യൻ്റെ സാധാരണക്കാരൻ്റെ ഒരു ആഗ്രഹം, അത്രയേ ഉള്ളൂ. പക്ഷെ കണക്ക് കൂട്ടിയൊക്കെ നോക്കുമ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ചെറിയ രീതിയിൽ നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ടോ അതിനനുസരിച്ച് പതുക്കെ 1 by 1 ആയിട്ട് ഓരോ റൂമുകൾ എടുത്ത് അങ്ങനെ ചെയ്യാം. തറ ആദ്യം കെട്ടിയിടാം. കുറച്ച് അത്യാവശ്യം നമുക്കൊരു കിച്ചണും ഒരു ഹോളോ അല്ലെങ്കിൽ ഒരു റൂമോ എന്തെങ്കിലും ശരിയാക്കി പിന്നെ പതുക്കെ വേണമെങ്കിൽ ചെയ്യാം. ചിലവർ പറയും ആദ്യം പണിതാലേ ഉള്ളൂ, പിന്നെ നമ്മൾ പണിയുന്നുണ്ടാവില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ മനസ്സ് വിചാരിച്ച, മനസ്സ് വെച്ച നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മളത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കണതാണ്. ആ തുടക്കത്തിൽ പണിതാലേ ഉള്ളൂ, പിന്നെ നമ്മൾ പണി നീങ്ങൂല എന്ന്. അതൊക്കെ വെറുതെ കേട്ടോ. ഞാൻ എത്രയോ എൻ്റെ അറിവിൽ കുറേ പേരുണ്ട് തറ തേക്കാതെ ഇരുന്നേക്കണം, ചുമരും മാത്രം കെട്ടി ഫ്രണ്ട് വാതിലും ബാക്ക് വാതിലും മാത്രം ആദ്യം വെച്ചത്. പിന്നെ പതുക്കെ അവർ ഓരോന്നും ചെയ്ത് ഇപ്പോൾ എനിക്ക് എത്രയോ എൻ്റെ പരിചയത്തിലുണ്ട്. അതൊക്കെ നമ്മുടെ കയ്യിലാണ്. അത് നമ്മൾ ഈ ലോൺ എടുക്കാതെ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ലോൺ എടുത്താലും വലിയ എമൗണ്ട് എടുക്കുമ്പോഴാണ് കേട്ടോ ഈ ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ ചിലവരുണ്ട്, ചില വീടിന് ചിലപ്പോൾ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ഒക്കെ പണിയൊക്കെ കഴിഞ്ഞ് താമസം കയറുമ്പോഴായിരിക്കും എന്തെങ്കിലും കുടുംബനാഥനോ നാഥയ്ക്കോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ ദോഷമാണെന്ന് അങ്ങോട്ട് എഴുതി തള്ളും നാട്ടുകാർ പ്രധാനമായിട്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും വീട്ടുകാർക്ക് 10 പ്രാവശ്യം പറയുമ്പോൾ വീട്ടുകാരുടെ മനസ്സിൽ തോന്നിപ്പോവില്ലോ, ഇത് വീടിൻ്റെ ആണ് കുഴപ്പമാണ് എന്നൊക്കെ തോന്നിപ്പോവില്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വീട് വിൽക്കാൻ നോക്കും. ആ വീട് വിൽക്കാൻ നോക്കണം. സത്യം പറഞ്ഞാൽ നമ്മൾ 10-25 ലക്ഷം കുറച്ചിട്ടായാലും വേണ്ടിയില്ല, കൊടുത്തു കളയാൻ തോന്നിപ്പോകും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. കുറച്ചൊക്കെ അപകടങ്ങൾ പറ്റണൊക്കെ ശ്രദ്ധക്കുറവിൻ്റെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു വീട് പുതിയത് പണിതു, ചിലപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ നിന്ന് വീട്ടമ്മ ചാടിപ്പോയി കൈയും കാലും ഒടിഞ്ഞു, അല്ലെങ്കിൽ ഗൃഹനാഥൻ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയും. കുറച്ചൊക്കെ അത് ശ്രദ്ധക്കുറവിൻ്റെ ഉണ്ടാവും, ഇല്ലയെന്നും പറയണ്ട. കാരണം നമ്മളൊരു വീട് പണിയുമ്പോൾ, അതുപോലെ ഒരു കല്യാണം വീട്ടിൽ നടത്തുമ്പോൾ എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കണം എന്നാണ്. കാരണം ഒരു പല തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകളും നെഗറ്റീവ് എനർജി നമ്മുടെ അടുത്തേക്ക് വരും. അത് നമ്മുടെ മനസ്സിനെ തളർത്താൻ ശ്രമിക്കുകയും ചെയ്യും. അതിന് നമ്മൾ ഏറ്റവും ചെയ്യേണ്ട അവനവൻ നന്നായിട്ട് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളതാണ്. അത് വീട് പണിക്കും പിന്നെ കല്യാണം, ഒരു പെൺകുട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെയോ കല്യാണം വീട്ടിൽ നടക്കുമ്പോൾ അത് ഒരുപാട് നമ്മളുടെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്ന സംഭവങ്ങളാണ് അതൊക്കെ. പിന്നെ ഏറ്റവും നല്ലത് പറയുകയാണെങ്കിൽ ഇപ്പോൾ വീട് പണിയുമ്പോൾ നമ്മൾ ആ വീടിൻ്റെ അടുത്ത് നമ്മൾ അവരവരുടെ മതത്തിനനുസരിച്ച്, ഇപ്പോൾ ഞങ്ങൾ ഹിന്ദു ആണെങ്കിൽ തൊട്ടടുത്ത് ഏത് അമ്പലമാണോ ആ അമ്പലത്തിലേക്ക് എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുക. ആ വീട് പണി തീരണം വരെ എല്ലാ മാസത്തിലും പറ്റുമെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ അവനവൻ്റെ യഥാശക്തി എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ നമുക്ക് കുറച്ചൊക്കെ നമുക്കൊരു പോസിറ്റീവ് ഇതൊക്കെ വരുന്നതാണ്. ചിലർ പറയും നമ്മൾ ചില വീടുകൾ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, വീട് വിറ്റാൽ മതി എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നു. ചിലർ വീട് വിൽക്കും. അത് വീട് വിൽക്കണത് അവരുടെ ഇഷ്ടം, ആ വീട്ടുകാരുടെ ഇഷ്ടം അല്ലേ, ഭാര്യയും ഭർത്താവ് അവരുടെ ആ വീടിൻ്റെ ഉടമസ്ഥൻ്റെ ഇഷ്ടം. പക്ഷെ അതിനെ കുത്തിപ്പൊക്കി കുറേ പേര് പറയും അതെന്തിനാ വിറ്റ, അങ്ങനെയായിരുന്നല്ലോ ഇങ്ങനെയായിരുന്നല്ലോ, എന്താ ആവശ്യം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ. പക്ഷെ അതിലും നമ്മൾ തലയിടരുത് ഞാൻ പറയുകയാണെങ്കിൽ. കാരണം ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അവർ ചെയ്യണത്. അല്ലാതെ ഒരാളും ഒരു വീട് വിൽക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലോ അങ്ങനെ പോവില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചിലർ ചിക്കിച്ചഞ്ഞ് ചോദിക്കാൻ പോകും, അയൽവക്കക്കാരും അല്ലെങ്കിൽ ബന്ധുക്കൾ ഇവരൊക്കെ.
അതൊക്കെ സ്വയം മനസ്സിലാക്കുക. എന്തുകൊണ്ട് എന്തെങ്കിലും കാരണമായിരിക്കും, അങ്ങനെ സ്വയം മനസ്സിലാക്കിയാൽ മതിയല്ലോ അല്ലേ. കാരണം ഒരു കാരണമില്ലാതെ ഒരാൾ ഒരു വീട് വിൽക്കില്ലല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലല്ലേ വീട് വിൽക്കുള്ളൂ. ഒന്നുകിൽ കടമായിരിക്കും, അല്ലെങ്കിൽ ദോഷങ്ങളായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി സൗകര്യങ്ങളുള്ളത് വേണമെന്ന് കരുതി ചിലപ്പോൾ ചെയ്യാം. പല വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാം ചില വീടുകളിൽ, അങ്ങനെ, അല്ലെങ്കിൽ ചില അയൽവക്കക്കാരുടെ ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചില എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെയാണല്ലോ ഒരു വീട് വിറ്റ് വേറൊരു സ്ഥലത്തേക്ക് പോകണതില്ലേ. ഇപ്പം നമ്മൾ ചില വീട് പണിത് കഴിഞ്ഞാൽ ചിലപ്പോൾ മകളുടെയോ കല്യാണം വരുന്ന സമയത്ത് വീടൊക്കെ ഒന്ന് പുതുക്കി ശരിയാക്കി നല്ല കട്ടയൊക്കെ വിരിച്ച് മുറ്റത്ത് നല്ല അടിപൊളി ഗാർഡനൊക്കെ വെച്ച് എല്ലാം കുറച്ചും കൂടി ഒന്ന് ശരിയാക്കി എടുക്കൂലേ, പുതുക്കി പണിയും. സത്യത്തിൽ എൻ്റെ മോള് പറയും കേട്ടോ, അമ്മ അങ്ങനെ ചെയ്യണത് ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ്. കാരണം വരുന്ന ചെറുക്കൻ അവൻ നല്ല രീതിയിൽ നല്ല വീടായിരിക്കണമല്ലോ, അതിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ എൻ്റെ മോള് പറയും, അത് അമ്മ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇപ്പം മോള്, അതായത് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോവുകയാണ്, ഞങ്ങൾ പോകാറാകുമ്പോഴാണല്ലോ ഇതൊക്കെ പണിയണത്. ഞങ്ങൾക്ക് അതിനകത്ത് താമസിക്കാൻ പറ്റണ്ടേ. എത്രയൊക്കെയായാലും കല്യാണം കഴിഞ്ഞു പോയാൽ അതിന് മുമ്പുള്ള ലൈഫ് പോലെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പഠിക്കണ കാലത്താണെങ്കിൽ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അങ്ങനെ ഇവരൊക്കെ വന്ന് താമസിക്കാനോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അത് കഴിഞ്ഞ് കല്യാണം എടുക്കുമ്പോൾ ഇതെല്ലാം പണിത് നമ്മൾ എല്ലാം അടിപൊളിയാക്കും, എന്നിട്ട് പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ച് വിടുകയും ചെയ്യും. അപ്പോൾ അവൾ പറയാണ് ഇത് ചെയ്യണത് തെറ്റാണതെന്ന് പറയും. അത് ഞാൻ ആലോചിക്കുമ്പോൾ ശരിയാട്ടോ, നമ്മൾ ചെയ്യണത്. കാരണം നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ സുഖ സൗകര്യങ്ങളോടും ചെയ്യണം. പക്ഷേ കല്യാണ സമയത്തൊക്കെ ചെയ്യും, എന്നിട്ട് അവളെ കല്യാണം കഴിപ്പിച്ച് വിടും, പിന്നെ നമ്മളാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല സുഖ സൗകര്യങ്ങളോട് ജീവിക്കുന്നത് നമ്മളായിരിക്കും. പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ വേറൊരു വീട്ടിലേക്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ വല്ലപ്പോഴും വന്ന് താമസിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് താമസിക്കാം, പക്ഷെ എൻജോയ് ചെയ്യാൻ പറ്റില്ല അവർക്ക്. നമ്മൾ കല്യാണത്തിന് മുമ്പ് അവർ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു കൂട്ടുകാരുടെ മുമ്പിലൊക്കെ ഒരു എൻജോയ് ചെയ്യാനും, അല്ലെങ്കിൽ കുറച്ച് മനസ്സിന് അവർക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ. അതൊക്കെ പോകുമെന്ന് പറയും. എൻ്റെ മോളങ്ങനെ പറയാറുണ്ട്. ചിലരുണ്ട് കേട്ടോ, ചിലരിങ്ങനെ വീട് എന്തെല്ലാം ആയിക്കോട്ടെ, എങ്ങനെയൊക്കെ ചോർച്ചയുണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ പഴയ വീടൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കാൻ സമ്മതിക്കില്ല. അത് പൊളിച്ച് കളയാനോ അല്ലെങ്കിൽ ഒന്ന് റിപ്പയർ ചെയ്യാനോ പൈസ ഒട്ട് തരികയില്ല. എന്നാൽ വീടിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായാലും ചിലർ വിൽക്കാനും സമ്മതിക്കില്ല. ചില കുടുംബക്കാരങ്ങനെയൊക്കെ ഉണ്ട്. മക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. മക്കൾ ഒരു സ്ഥലത്തും മക്കളൊന്നും അവിടെ താമസിക്കാൻ പറ്റില്ല, അതുപോലത്തെ ഒരു വീടായിരിക്കും. എന്നാലും ചില കാരണവന്മാരങ്ങനെയാണ്, അവർ കൊടുക്കാൻ സമ്മതിക്കില്ല. മക്കളുടെ പ്രായം ഏകദേശം പോയി, മക്കൾ ഏകദേശം ഒക്കെ മരിച്ചു പോയിട്ടുണ്ടാവും, മക്കളുടെ മക്കളും വലുതായി. പിന്നെ അത് ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്തു കഴിയുമ്പോഴായിരിക്കും നമ്മുടെ സർക്കാരിൻ്റെ ഓരോ നിയമങ്ങൾ, ഈ പോയ മക്കളുടെ മക്കളും എല്ലാം കൂടി ഒന്നിച്ച് വന്ന് ഒപ്പിട്ടാലാണ് ആ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. അങ്ങനെ ഒത്തിരി ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന കുറേ വീടുകളും സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ. അതൊക്കെ യഥാസമയത്ത് ചെയ്യാത്തതിൻ്റെയാണ് അതൊക്കെ. പിന്നെ ചിലവർ പറയും കാരണന്മാർ സ്വത്താണ്, വിറ്റ് കളയില്ല, ഞങ്ങൾക്കത് വേണം. ശരിയാട്ടോ. പക്ഷേ ചിലവരുടെ സാഹചര്യം, പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ വിൽക്കാതെ വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ലോ. ചിലവർ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ അല്ലേ. അത്യാവശ്യം എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ, മക്കളുടെ വിവാഹമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ വീടൊക്കെ വിറ്റു എന്ന് വരും, സ്ഥലം വിറ്റു എന്ന് വരും. അതിലൊന്നും ചിലർ കുറ്റപ്പെടുത്തിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഈ കുറ്റപ്പെടുത്താൻ വേണ്ടിയെന്ന് കുറേ പേര് ജനിച്ചിട്ടുണ്ട് ഭൂമിയിൽ. അവരതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ മരണം വരെയെന്ന് മാത്രം. പക്ഷെ ഒന്ന് പറയാട്ടോ, ഈ വീട് പണിയുടെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ആ ലോണിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എടുത്താൽ പൊങ്ങത്തെ അയൽവക്കത്തുള്ളവൻ വലിയ വീട് പണിതു, അല്ലെങ്കിൽ എൻ്റെ സ്വന്തക്കാരുടെ വീട്ടിൽ അവർ വലിയ വീട് പണിതിട്ടുണ്ട്, എനിക്ക് അതിനേക്കാൾ കുറച്ചും കൂടി വലിയ വീട് പണിയണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പണിത് കഴിഞ്ഞാണ്ടല്ലോ, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുക്കിൽ ഒതുങ്ങില്ല, നമ്മൾ വിചാരിച്ച രീതിയിൽ നിൽക്കില്ല അതിൻ്റെ ലോൺ അടയ്ക്കലൊക്കെ. കാരണം ഓരോ സാധനങ്ങളുടെ വിലയും നാൾക്ക് നാൾ കൂടി വരണു, എന്നാൽ കിട്ടുന്ന ശമ്പളമൊക്കെ എല്ലാവർക്കും വലിയ കൂടുതലൊന്നും ഇല്ല അല്ലേ. അതൊക്കെ വെച്ച് റോൾ ചെയ്യാനും പഠിപ്പിക്കാനും, കുട്ടികൾ വലുതാകുമ്പോൾ പഠിപ്പിക്കാനും അങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴല്ലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു വീട് പണി എന്നുള്ളത് അങ്ങനെയൊക്കെയാണ്. അതൊക്കെ നോക്കുമ്പോൾ ഒന്ന് നമ്മൾ എല്ലാ പണിയും തീർത്തിട്ട് കയറാം, അല്ലെങ്കിൽ എല്ലാം ലോൺ എടുത്തിട്ട് തീർത്ത് ഒരു എന്താ പറയുക, ഒരു ഗൃഹപ്രവേശം പാലുകാച്ചലിന് വിളിക്കുമ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഈ എല്ലാവരും വന്ന് കണ്ടിട്ട് പോകുന്നല്ലാതെ ആരും നമുക്ക് വേണ്ടി നാളെ നമ്മൾ കടം വന്ന് മൂക്കിൽ എന്താ പറയുക ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യനും നമ്മളെ സഹായിക്കാനൊന്നും വരില്ല. ഈ പറഞ്ഞ നമ്മൾ ഗൃഹപ്രവേശത്തിന് വിളിച്ചവരോ ഒരാളും വരുന്നുണ്ടാവില്ല. അത് അവനവൻ തന്നെ നമ്മൾ തന്നെ അതൊക്കെ നോക്കി ആലോചിച്ച് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ വീട് പണിയണേക്കും അതൊക്കെ ഒന്ന് ആലോചിക്കുകയാണെങ്കിലോ കുറച്ചൊക്കെ നമുക്ക് സമാധാനം കിട്ടും.
ഏതായാലും വീടിൻ്റെ പറ്റി ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയും കണ്ടും ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ വലിയ ആളൊന്നുമില്ല കേട്ടോ പറയും, ഞാൻ ഇങ്ങനെ ഇന്ന് എനിക്കെന്തോ അങ്ങനെ തോന്നി പറയാൻ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും